ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ ഞങ്ങൾ വീണ്ടും നിർത്തിവെച്ച ട്രിപ്പ് ഇന്ന് പോവുകയാണ്. പെട്ടെന്നായിരുന്നു ടിക്കറ്റൊക്കെ കിട്ടിയത്. പിന്നെ നമ്മൾ ഡൽഹി, മണാലി അതുവഴി സിക്കിം അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെയാണ് ഇപ്പോൾ ടിക്കറ്റൊക്കെ കിട്ടിയത് കേട്ടോ. അപ്പം മോർണിംഗ് ആണ് ടിക്കറ്റ് കിട്ടിയത്. 8:30 ആകുമ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് ഒരു 6-6:30 ആകുമ്പോൾ ഇറങ്ങണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. സെമിത്താത്തപ്പം ചിക്കൻ പൊരിച്ചതും ചപ്പാത്തി, പത്തിരി അങ്ങനത്തെ സംഭവങ്ങൾ കുറേ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞാനുണ്ടാക്കിയ മോരും കാളനും അങ്ങനെ കേടുവരില്ലല്ലോ മോരും കാളനും പിന്നെ ചെറുപയറുപ്പേരിയും മക്കൾക്ക് കഞ്ഞിയൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു ദിവസം അപ്പോൾ അങ്ങനെ പോവും. ട്രെയിനത്തെ ഫുഡ് വളരെ മോശമെന്നാണ് കേട്ടത്. ഇപ്പം സമയം 3:30-4 മണിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചാണല്ലോ. അപ്പം ഇനി വേറെ പാക്ക് ചെയ്യാനൊന്നുമില്ലായിരുന്നു. ജസ്റ്റ് അതേമാതിരി എടുത്ത് ഞാൻ അവിടെ വെച്ചു. പിന്നെ പഴം കാര്യങ്ങളൊന്നും കേടൊന്നുമില്ല. ഉണ്ണിയപ്പമൊക്കെ വാങ്ങിയിരുന്നു, അതൊക്കെ കേടൊന്നുപോയി. പിന്നെ അധികം ശ്രദ്ധിച്ചില്ല, മറന്നുപോയി ഞങ്ങളെടുത്ത് കഴിക്കാൻ. പിന്നെ എന്തോ റവ കേക്കും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ തീർത്തു കേട്ടോ. ഇനിയിപ്പോൾ പുതിയത് വാങ്ങിയിട്ടുണ്ട്. അപ്പം ട്രെയിനിൽ എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പം ഞാൻ രാവിലെ എണീറ്റ് കുളിച്ചു. ഏട്ടനും ആയുമൊക്കെ എണീക്കാണ്ട്. ആയുവിനെ എണീപ്പിച്ച് കുളിപ്പിക്കണം. അപ്പം എന്താവുമെന്നറിയില്ല. കൂടുതൽ വീഡിയോ കാണാം. ഓക്കെ. ചെറുപയറുപ്പേരിയും കഞ്ഞിയും നമ്മൾ പാത്രങ്ങളൊക്കെ എടുത്ത് പിന്നെ കറിയും ഉപ്പേരിയൊക്കെ കൊണ്ടുവന്ന് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത ഡിസ്പോസിബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് പാത്രങ്ങൾ മാത്രം എടുക്കുന്നു. നമ്മൾ പിന്നെ അധികം ക്യാരി ചെയ്ത് കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് ഒഴിവാക്കാമല്ലോ. അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റിയ കുറച്ച് പാത്രങ്ങളിലാണ് കറിയും ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ആക്കുന്നത് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിലെത്തി.
പറഞ്ഞേ. അങ്ങനല്ല അങ്ങനെ ഞങ്ങള് റൂമിലെത്തി, ഫ്രഷായി, ഒന്നും നോക്കിയില്ല. ഫസ്റ്റ് തന്നെ ഫ്രഷായി. 2 ദിവസം കുളിച്ചിട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോകല്, അങ്ങനത്തെ ഒക്കെ കുറേ പരിപാടികൾ. പിന്നെ നല്ലൊരു ഉറക്കം, അതാണ് ഇനി അടുത്തത്. അപ്പം നാളെ ഞങ്ങൾ
ഡൽഹി നമ്മൾ ഇപ്പം പ്ലാൻ ചെയ്ത് ഡൽഹി പോകാമെന്നൊക്കെ ആയിരുന്നു. പിന്നെ ട്രെയിനിൽ നിന്ന് ഡിസ്കസ് ചെയ്ത് ആഗ്ര ഇറങ്ങി നമ്മുടെ താജ്മഹലൊക്കെ കണ്ടിട്ട് വൺ ഡേ ഇവിടെ നിന്നിട്ട് സെക്കൻഡ് ഡേ ഡൽഹിയോ മണാലി അങ്ങനെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി എന്താ അറിയില്ല, അതിന് പ്ലാനിൽ മാറ്റം വരുമെന്ന്. അപ്പോൾ ഫസ്റ്റ് ഏതായാലും താജ്മഹൽ കാണാനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഇപ്പോൾ എന്തായാലും ഞങ്ങൾ ഫ്രഷ് ആയതിനു ശേഷം ഫുഡ് കഴിക്കാനാണ് പോകുന്നത് കേട്ടോ. കാരണം ട്രെയിനിലിരുന്ന് മടുത്ത് ടോയ്ലറ്റൊക്കെ എത്രയോ വിചാരിച്ചിരുന്നു മോശമാവുന്നു, പക്ഷേ എങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. അത്രയ്ക്ക് അങ്ങോട്ട് ഇതിലായിരുന്നു. കേരളം വരെ ഒരു പ്രശ്നമില്ലായിരുന്നു ടോയ്ലറ്റ്സിനൊന്നും. പിന്നെ കേരളം കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഒരു മോശാവസ്ഥയായിരുന്നു ഏകദേശം. അങ്ങനെ കുഴപ്പമില്ലായിരുന്നു ട്രെയിൻ യാത്ര. ചടച്ചതെന്ന് വെച്ചാൽ മോന് ഫുഡൊക്കെ ഒന്നും കഴിക്കാതെ നിന്ന് മോനെ ഉറക്കിൻ്റെ പ്രശ്നവും പിന്നെ അതേമാതിരി ഫുഡ് വിശപ്പിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് കുറച്ചൊക്കെ കരച്ചിലായിരുന്നു. കുറച്ചധികമൊക്കെ ഉണ്ടായിരുന്നു. ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, മടിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇപ്പം വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഇവിടുന്ന് കയറുന്ന സമയത്ത് ഞങ്ങൾ രാവിലെ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നല്ല കരച്ചിലായിരുന്നു. ഉറക്കത്തിൽ നിന്ന് രാവിലെ എണീറ്റതിൻ്റെ കാരണം കൊണ്ട് എന്തോ ഭയങ്കര കരച്ചിലായിരുന്നു. അന്നേരം ഒന്നും എനിക്ക് എടുക്കാനും പറ്റിയില്ല, അധികം കഴിക്കാനും പറ്റിയില്ല. പിന്നെ അതേമാതിരി ട്രെയിനിൽ കയറിയ സമയത്ത് ഉച്ചയ്ക്ക് ആയാലും ഫുഡ് കഴിക്കാൻ നേരത്തൊക്കെ ഭയങ്കര ലംബിയായിരുന്നു. പിന്നെ ഫോണൊന്നും എടുക്കാനും പറ്റിയില്ല. പിന്നെ കുറേയൊക്കെ ഫോൺ മിസ്സാവുന്ന പ്രശ്നമുണ്ട് ട്രെയിനൊക്കെ, മോഷണം. അപ്പോൾ അതുകൊണ്ടൊക്കെ കുറേ കെയർഫുൾ ചെയ്യുന്നു. ഫോൺ അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല. കുറേ വീഡിയോ അങ്ങനെയൊന്നും കുറേ പേടിയായിരുന്നു ഫോൺ എടുക്കുന്നത്, ഫോൺ ആരെയും കൊണ്ടുപോയാലോ വിചാരിച്ചിട്ട്. പിന്നെ ഞങ്ങൾ AC കമ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ നമ്മൾ കുറേ ആൾക്കാരെ അവിടുന്ന് പരിചയപ്പെടുകയും ഫുഡ് ഷെയർ ചെയ്യുകയും കുറേ അങ്ങനെയൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അങ്ങനെ ഇതൊക്കെ ഒരു വീഡിയോ ആക്കി എടുക്കാമെന്നാണ് വിചാരിച്ചത്. ട്രെയിനിൽ 2 ദിവസം അങ്ങനെ പോയി. പിന്നെ നാളെ തൊട്ടാണ് ഇപ്പം ഞങ്ങൾ ശരിക്കും പുറത്തിറങ്ങാൻ പോകുന്നത്. പിന്നെ വെച്ചാൽ ഇനിയും ഇപ്പം ട്രെയിനിലൊക്കെ പോവേണ്ടി വരും. ഞങ്ങൾ ഇവിടെ ആഗ്ര ഇറങ്ങി അവിടുന്ന് ടാക്സി വിളിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത്. ഒരു 60 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.